താൻ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോട് പറയായിരുന്നു എന്താ? അതിനുള്ള അവസരം ഉണ്ടായില്ല, ആവശ്യം വന്നില്ല. എന്തൊരു കാരണമാണ്. ദൈവഭാഗ്യത്തിന് അവനും അവളും തമ്മിൽ കണ്ടില്ല. ഞാൻ അപ്പൊ തന്നെ വണ്ടിയെടുത്ത് അവരെ പുറകെ പോകുന്നതാ. കുട്ടപ്പായി ഇപ്പൊ എവിടെ ഉണ്ട്? ആ ലേക്കിനടുത്ത് വെള്ളം അടിച്ചിരിപ്പുണ്ട്. വെള്ളത്തിന്റെ പുറത്ത് അവന്മാർ അമ്മണിയുടെ വീട് തപ്പി പോകാനും മതി. അവര് നമ്മൾ കണ്ടുമുട്ടിയ മുതലാളിയുടെ കാര്യം അതോടെ തീർന്നു. അവന്റെ കുടുംബത്തിൽ നിന്ന് അവന്റെ കൊച്ചിന് കൊടുത്ത മുതല് ഇനി ഞാനല്ലയോ അനുഭവിക്കുന്നത്. അമ്മയും മോളും തന്തയും എല്ലാം കൂടി ഇപ്പൊ ഒന്നാവും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ എന്തും ചെയ്യും. ഒന്നുകിൽ ആ പെണ്ണിനെ പിടിച്ച് തേവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആ തേവരെ കൊല്ലുക. അതേടോ മൂന്നാമൊരു മാർഗമില്ല. ഞാനങ്ങോട്ട് മാറിക്കും. തന്നെ കാണുന്നു. പതുക്കെ പാരണി പിടിച്ചോടാ. എന്നെ വിടാ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നടന്നു പോയിക്കോളാ. പറയുമോനെ, നിന്റെ കാര്യം ഞാൻ ഏറ്റു. എനിക്കൊരു ആപത്ത് വന്നപ്പോ സഹായിക്കാൻ നാട്ടിൽ ഒരു മറ്റൊന്നുമില്ലായിരുന്നു, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നിനക്കൊരാപത്ത് വരുമ്പോ വന്നപ്പോ പണം കൊണ്ട് സഹായിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് വാങ്ങില്ല. ആ പെണ്ണിനെയും തള്ളയും കൂടെ തൂക്കിയെടുത്ത് എന്റെ മുമ്പിട്ട് തരാം. ഈ പിള്ളേരെല്ലാം കൂടെ കയറി പിടിച്ചോണ്ടാ അപ്പൊ അവളോ ഞാൻ ഒന്നും ചെയ്യായിരുന്നേ. അവളെ വീട്ടിൽ ചെന്ന് പൊക്കാനുള്ള ബലത്തിനാ വെള്ളവടി തുടങ്ങിയതേ. പക്ഷേ സംഗതി ഇത്തിരി ഓവറായിപ്പോ. അല്ലെങ്കിൽ ഇന്ന് അല്ലടാ, ആ മത്തായി അവളെ ഇന്ന് ഇവിടെ കൊണ്ടുവരാന്നല്ലയോ പറഞ്ഞിരിക്കുന്നത്. ഇല്ലേലും നീ വിഷമിക്കണ്ട. നാളെ നേരം വെളുക്കട്ടെ. അല്ലെങ്കിൽ ഈ കള്ളം നിറങ്ങി ഞാനൊന്ന് കാലേ നിൽക്കാറാകട്ടെ. ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അവളെ പൊക്കും. ഒരാവശ്യം പറയുമ്പോ ഇങ്ങനെയുണ്ട് ഒരു സദാചാരബോധം. കുലസ്ത്രീയൊന്നും അല്ലല്ലോ, തൊഴിലുമറ്റത് തന്നെയല്ലേ. അതൊന്നും സാരമില്ല. കുട്ടപ്പായി കിടക്ക്. നിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ മത്തായി, അവൻ മഹാകള്ളക്കടവറുടെ പോന. അവൻ വിചാരിച്ച ഇതിന് വല്ല പഞ്ചം ഉണ്ടോടാ? കള്ളയും മോളും മത്തായും കൂടെ നിന്നെ പറ്റിക്കുവാ. അച്ചായോ, ബാക്കി നാളെ സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോ സംഗതി നടന്നില്ല നിലവയ്ക്ക്. ആ തേവരെ പിടിച്ച് നമുക്ക് രണ്ട് പൂശാം അല്ലേ? മുതല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുതലും പലിശയും കൂടെ കിട്ടുമ്പോ കൊടുക്കും. അതിന് വെള്ളം കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞ് എവിടെ ന്യായമൊന്നും നമ്മളെ പഠിപ്പിക്കണ്ട. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗ്ഗമുള്ളൂ. പിള്ളേരെ ഇവരും തമ്മിൽ തെറ്റിക്കുക. ഒന്ന് ഫോൺ ചെയ്താൽ മതി, പണിക്കരും പോലീസൊക്കെ പറഞ്ഞെത്തും. ആ പന്ന റാസ്കൽ കുടയ്ക്കനുണ്ടെന്ന്. അപ്പോഴാ പിള്ളേരും അവന്മാരും കൂടെ തന്നെയുണ്ട്. പോലീസിന് വിവരം അറിയിച്ചാലും എന്തിന്? കേസിനെന്താ വിലയുള്ളത്? പിറ്റേ ദിവസം തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി നമ്മുടെ മുമ്പിൽ കൂടി നെഞ്ചു പിരിച്ച് നടക്കും. തെറിക്കുത്തരം മുറിപ്പത്തല് തല്ലിത്തോടെയുള്ള ഏതെങ്കിലും കൊക്കയിലേക്ക് വലിച്ചെറിയണം. നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചു. ഇപ്പൊ തന്നെ പുറപ്പെടണം. ശരി മുതലാളി. അമ്മേ, എന്റെ മോള് പേടിക്കണ്ട. ഈ നാട്ടുകാർ മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പോയി അയാളെ, എന്റെ അച്ഛൻ തന്നെയല്ലേ, ഞാൻ പോയി കാണാം. സ്വന്തം മോള് നേരിൽ വന്നാൽ ചിലപ്പോ നമ്മൾ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലോ. നാട്ടുകാർ മുഴുവൻ അളയിരിക്കുക. എന്റെ 4 പശങ്ങ് വിചാരിച്ച് ഏതാ നടക്കുമാ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഇപ്പൊ വിളിച്ചോണ്ട് വാ. തന്നെ രാജു സാർ,
മുത്തു എന്താ മുത്തു? റോയ് സാറെ വിളിക്കുന്നു. എന്തിനു? അതല്ല അപ്പുറം சொல்றேன். വാങ്ങോ. ബാലോണി അനിലേ, അലക്സേ, റോയ് ചാൻ വിളിക്കുന്നു. വാ. ഇവൾക്കുമ്പോഴും ആലോചിക്കണം. അതാ പിള്ളേർ വരുന്നുണ്ട്. എന്താ റോയ് ചാൻ, എന്താ പ്രശ്നം? എന്തിനാ മരിക്കുന്നത് പറഞ്ഞു കൊടുത്താട്ടെ. ആരും വിഷമിക്കരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. പ്രായിക്കരെ അപ്പം മരിച്ചു. എപ്പോ? ഇന്ന് രാവിലെ. കുട്ടപ്പായച്ചൻ അറിഞ്ഞു? ഇല്ല. നിങ്ങൾ അങ്ങേയറ്റം നമ്പിയിരിക്കുന്ന കുട്ടപ്പായുടെ തനിക്കൊണം നിങ്ങൾക്കറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ മുതലാളി. രാജു നീ വന്നേ. രാജു, എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ അനിയന്മാരാകാനുള്ള പ്രായമേ നിങ്ങൾക്കുള്ളൂ. ആ സഹതാപം വെച്ച് പറയുക. നിങ്ങൾ 4 പേരുമാണ് ഇപ്പൊ പ്രതികൾ. കുട്ടപ്പായുടെ പേര് കേസൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്തോ പ്രേരണ കുറ്റം, അത്രേ ഉള്ളൂ. പോലീസ് നിങ്ങളെ തിരക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരാൾ ഫോണിൽ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞതാണ് ഈ കാര്യം. കുട്ടപ്പായ്ക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സന്ധ്യയ്ക്ക് അവിടെ ആ പുരിവാലൊക്കെ ഉണ്ടാക്കിയത്. ചതിയാണ് കുഞ്ഞുങ്ങളെ ഇത്, ചതി. കെട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് കൊലപാതകങ്ങളാക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്നു, കണ്ടില്ലേ? അച്ഛാനെങ്കിലും ചെയ്യൂ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കങ്ങ് വിശ്വാസമല്ലേ? പോയി കിടന്നുറങ്ങൂ. നേരം വെളുക്കുമ്പോ ബൂട്ടും തൊപ്പിയും കണി കാണാം. പിടി കിട്ടിയാ പിന്നെ ജീവപര്യന്തം കുറഞ്ഞ ശിക്ഷയില്ല, അറിയാമല്ലോ. ആ എനിക്കെന്ത് കാര്യം? ഞാൻ അപ്പോഴേ മുതലാളിയോട് പറഞ്ഞതാ, യുവമാനോടൊന്നും പറഞ്ഞാൽ തലയിൽ കയറത്തില്ലാന്ന്. വളർത്തു അല്ല പിന്നെ. ഈ പാതിരാത്രിക്ക് നമ്മളെ വിളിച്ചുണർത്തി ഇതുപോലൊരു കള്ളം പറഞ്ഞിട്ട് റോയിച്ചൻ എന്താ ഗുണം? ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. കുട്ടപ്പായച്ചാൻ ഫോണിന്റെ അടുത്തൊരു കറങ്ങി നടക്കും. സ്വരം അടക്കി പിടിച്ച് ചില STD വിളികളും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ നീ വാ റോയിച്ചായ, ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വൈകുന്നേരം പോലീസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ ഇനി അധികം താമസമില്ല. ഒരാള് വിചാരിച്ചാലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. തേവർ, കുപ്പുസ്വാമി തേവർ. പക്ഷെ തേവർക്ക് വേണ്ടി നിങ്ങളും ചിലത് ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. റോയിച്ചായ, ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വൈകുന്നേരം പോലീസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ ഇനി അധികം താമസമില്ല. ഒരാള് വിചാരിച്ചാലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. തേവർ, കുപ്പുസ്വാമി തേവർ. പക്ഷെ തേവർക്ക് വേണ്ടി നിങ്ങളും ചിലത് ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. என்னது? ஊரே அவ வீட்டை சுத்தி காவலுக்கு நிக்குதா? அவ என்ன அவ்வளவு பெரிய ஆளா? ஏதோ அந்த பொண்ணு மேல ஒரு சின்ன ஆசை, அதை வச்சு 2 பேருமா என்ன ஏமாத்த பாக்குறீங்களா? பிச்சிருவன் பிச்சு, ஜாக்கிரதை. മുതലാളി, സത്യം മരിച്ചുപോയ എന്റെ അപ്പനാണ് സത്യം. அப்பன் மறிச்சு போயല്ലോ, പിന്നെ എന്തടാ സത്യം? മുതലാളി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്ക് ആ പെണ്ണിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമാണ് അവിടുത്തെ സ്ഥിതി. അഥവാ ഇനി പറ്റിയെന്ന് വെച്ചാൽ തന്നെ വെട്ടും കുത്തും കൊലപാതകവും ഉണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ ഈ നാട്ടിൽ നിൽക്കാൻ ഒക്കില്ല. இந்த பொய் சொல்றதெல்லாம் என்கிட்ட வச்சுக்காத, அப்புறம் நடக்கிறதே வேற. സത്യമാണ് മുതലാളി. ഞങ്ങൾ നുണ പറഞ്ഞ് ആ പിള്ളേരെ ഇളക്കി വിട്ടിട്ടുണ്ട്. അവരെന്തും ചെയ്ത് ആ പെണ്ണിനെ കൊണ്ടുവരും. ആ പെണ്ണിനെയും കൊണ്ട് മുതലാളി രാത്രി തന്നെ സ്ഥലം വിട്ടോണം. എന്റെ ലോഡ്ജി വന്ന് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഇനിയിപ്പൊ കേസ് വന്നാലും അത് അവന്മാരുടെ തലയിലിരിക്കും. டேய், நீங்க 2 பேரும் ஒன்னா நம்பர் ஃப்ராடுன்னு எனக்கு தெரியும். இருந்தாலும் ஒரு இடம் நம்புறேன். விடியறதுக்குள்ள அந்த பொண்ணு என் இடத்துக்கு வந்தாகணும். இல்ல 2 பேரையும் வெட்டிடுவேன். தேவரை பத்தி தெரியல, ஜாக்கிரதை. டேய், உனக்கு சேர்த்து தான்டா சொல்ற. பணமரம் மாதிரி நிக்கிறான் பார்.